നമ്മളാക്കുന്ന ഒരു പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ടീനേജ് എന്ന് പറയുന്നത്. എൻ്റെ ടീനേജിലൊക്കെ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഹോം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂളിൽ റഷ്, അത് ഇത് കുറേ പ്രശ്നങ്ങൾ. അന്ന് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചിരുന്നത് എങ്ങനെയും ഒന്ന് വലുതായൊരു ജോലി കിട്ടി കുറച്ച് പൈസയൊക്കെ വലിയ ഉണ്ടാക്കി കൊച്ചായി പോയാൽ ആ മതിയായിരുന്നു. ട്രാവൽ ചെയ്താൽ മതിയായിരുന്നു, അതാണ് നല്ല ലൈഫ് എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്നാണ് തോന്നിയത്. സോ മീനാക്ഷിയുടെ പെർസ്പെക്റ്റീവ് എന്താ? ലൈക്ക് ഈസ് ടീനേജേഴ്സ് ബ്യൂട്ടിഫുൾ ഓർ ലൈക്ക് പ്രശ്നക്കാരനാണോ, എങ്ങനെയാണ്? എൻ്റെ ടീനേജിന്റെ പേഴ്സ്പെക്റ്റീവ് അങ്ങനെ കോമൺ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മളിങ്ങനെ ഞാനൊരു എൻ്റെ ഒരു ടീനേജിനൊക്കെ മുന്നേ തൊട്ട് ഇങ്ങനൊരു ഇപ്പം കുറേ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ വന്നതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മയും ഞങ്ങളുടെ കൊച്ച എന്ന് പറയുന്നതിനെ കഴിഞ്ഞും പുറത്ത് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കൊച്ച, ഞങ്ങളുടെ മീനൂട്ടിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, എന്ന് Yeah, പറയുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. അപ്പം yeah. അതുകൊണ്ട് അത് അത്ര കോമൺ അല്ല. നോർമൽ ഒരു ടീനേജിനുള്ള പോലെ ആയിരിക്കണം എന്നില്ല എൻ്റെ ടീനേജ് പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് ഇതങ്ങനെ വലിയ സ്പെഷ്യലായിട്ടും അങ്ങനെയൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ ഫീൽ ചെയ്യണം എന്നില്ലല്ലോ. പിന്നെ എന്തിനും എനിക്ക് തോന്നുന്നത് കുറച്ചങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല എന്ന് തോന്നുന്ന സാധനങ്ങളോട് നമുക്കൊരു സ്പെഷ്യാലിറ്റി കൂടുതലുണ്ട്. അതിപ്പം ചേച്ചി കുറച്ച് ചേച്ചിയുടെ ടീനേജ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞു, അപ്പൊ ഇനി കുറച്ച് അമ്മുമ്മയാവുന്ന സമയത്ത് തോന്നുമായിരിക്കും കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു നല്ലത്. അപ്പൊ അതുകൊണ്ട് ഓരോ കാലഘട്ടവും കഴിഞ്ഞു പോകുമ്പോൾ നമുക്കത് തിരിച്ചു വരാത്തത് കൊണ്ട് അത് കൊള്ളാം. എനിക്കിപ്പോ തോന്നാറുണ്ട് ഭയങ്കര എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് അങ്ങനെ കുഞ്ഞുവാവയായിട്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് ടീനേജിലുള്ള ആൾക്കാർക്കും തോന്നും കുഞ്ഞുവാവയായിട്ടിരുന്നാൽ മതി. കാരണം അത് കഴിഞ്ഞു പോയി, ഇനി തിരിച്ചു കിട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പാ. അതുകൊണ്ട് അങ്ങനെ തന്നെ മതിയായിരുന്നു, അത് കഴിഞ്ഞു പോയല്ലോ. Yeah. അപ്പൊ പിന്നെ അതിനോട് തോന്നുന്ന ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അതായിരിക്കും മേ ബി ടീനേജിനോട് എല്ലാവർക്കും ഇങ്ങനെ സ്പെഷ്യാലിറ്റി കൂടുതൽ തോന്നാൻ കാരണം. നമ്മുടെ കുറേ ചിന്തകളും നമുക്ക് എല്ലാത്തിനോടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടി വരുന്നത് ഈ ടീനേജിലാന്ന് എനിക്ക് തോന്നുന്നു. എന്ത് കണ്ടാലും സംശയമായിരിക്കും, Rebellious. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. Curious ആണ് ഭയങ്കര. അതെ, പിന്നെ എല്ലാത്തിനെയും നമുക്ക് ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നു. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് അതിനെതിരായിട്ടുള്ള അഭിപ്രായമാണെങ്കിൽ പെട്ടെന്ന് കയറി തർക്കിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ടീനേജിന്റെ മാത്രം പ്രശ്നങ്ങളായിരിക്കും. കുറച്ചുകൂടെ അങ്ങ് മുന്നേക്ക് പോകുമ്പോൾ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവും. പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണ്, തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാര്യമില്ല. എന്നുള്ളത്. അപ്പൊ അതൊക്കെ ടീനേജിന്റെ സ്പെഷ്യാലിറ്റി ആയിരിക്കും. എൻ്റെ ടീനേജ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളത്. ഉം, ആക്ച്വലി ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് ഫ്രം യുവർ സ്കൂൾ ഉം, ലൈഫ്. ഉം, ഓക്കെ. അപ്പം ഈ എന്തായാലും മീനാക്ഷി ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരാളാണ്, കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങളുടെ സമയത്തൊക്കെ ആണെങ്കിൽ ഞാനിപ്പം നമുക്ക് പബ്സ് ഒക്കെ മേടിച്ച് തരാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടാവും. ഉം. ഫുൾ പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഒരു ഫ്രണ്ടിലേക്ക്. നമ്മൾ സിപ്പപ്പ് മേടിക്കാൻ പോവുകയാണെങ്കിലും ലേസ് മേടിക്കാൻ എല്ലാ ചെലവും മുപ്പരാളായിരിക്കും, നമ്മളതൊക്കെ വാങ്ങി കഴിക്കുക ആ ഒരു മൂടായിരുന്നു. സോ കമ്മിങ് ടു ദിസ് എറ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടീനേജിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കൂൾ ലൈഫിൽ മീനാക്ഷിയുടെ എങ്ങനെയാണ് ഫ്രണ്ട്സ് മീനാക്ഷിനെ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഞാനിപ്പോ കോളേജിലാണ്. ഞാനിപ്പോ ഉം. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക. അപ്പം ഞാൻ സ്കൂളിലൊക്കെ വരുന്ന സമയത്താണ് ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ സ്കൂൾ കാലം ഒന്നും കൃത്യമായിട്ട് സ്കൂളിൽ പോയി എന്നും സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. ഞാൻ വളരെ ചെറിയ പ്രായത്തിലാണ് ഈ പറയുന്ന അമറക് ആന്റണി ഒക്കെ ഉം. ആയാലും ചെയ്യുന്നത് എനിക്കൊരു 9 വയസ്സ് 10 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ ഞാൻ അതിന് മുന്നത്തെ ഒരു സമയത്ത് കൃത്യമായി സ്കൂളിൽ പോയി. എനിക്ക് തോന്നുന്നു നമുക്ക് അതൊന്നും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോഴേ നമുക്കൊരു 7, 8, 9, 10 ഉം. അതൊക്കെയാണല്ലോ സ്കൂൾ ഉം. ലൈഫ്. അതിന് മുന്നേ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒന്നും നമ്മളങ്ങനെ സ്കൂൾ ലൈഫായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പ്രായമല്ല. എങ്ങനെയും തിരിച്ച് വീട്ടിൽ വന്ന് അതൊക്കെയല്ലേ നമുക്കുള്ളൂ. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനൊന്നും ആ ഒരു ഏജിൽ നമ്മളങ്ങനെ ഓർത്തിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാനാണെങ്കിൽ എനിക്കങ്ങനെ കണ്ടിന്യൂസ് നേരത്തെ പറഞ്ഞ പോലെ എന്നും സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരാളായിരുന്നില്ല. എൻ്റെ വീട്ടിലൊരു ടീച്ചർ വരും, എന്നിട്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കും. അതായിരുന്നു പണ്ട് തൊട്ടേ നടന്നു വന്നുകൊണ്ടിരുന്ന, ഇപ്പോഴും നടക്കുന്ന ഒരു സിസ്റ്റം അതാണ്. കാരണം നമുക്ക് അതേ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇങ്ങനെ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പണ്ട് തൊട്ടേ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഡെയിലി സ്കൂൾ ലൈഫ് ഒന്നും എനിക്കങ്ങനെ അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണയില്ല. പക്ഷെ ഇപ്പം കോളേജിലേക്ക് വന്ന സമയത്ത് ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കോളേജിൽ. അപ്പം ആദ്യം നമ്മളിവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ടാവും. എന്ന് വെച്ചാൽ എന്നെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രശ്നം. ചില സമയത്ത് അത് നമുക്കൊരു ലക്കായിരിക്കും. നമ്മളെ എല്ലാവർക്കും അറിയാം, ഓക്കെ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഒരേ പ്രായക്കാരുടെ സമപ്രായക്കാരുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ആ കുട്ടി എല്ലാവർക്കും അറിയാം, അവളുടെ അടുത്ത് ഇപ്പൊ ചെന്ന് മിണ്ടി എങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ നമ്മൾ ചിരിച്ച് കണ്ടിട്ട് തിരിച്ച് ചിരിച്ചില്ലെങ്കിലോ എന്നൊക്കെ തോന്നുന്നത് നമുക്കുമുള്ളൊരു പ്രശ്നമാണത്. നോർമൽ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം ഞാൻ ചേച്ചി ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ ഹലോ ഹായ് എന്നിട്ട് അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ ഉണ്ടാവാറില്ല. പരിചയപ്പെട്ടതിന് ശേഷമാണ് കൂടുതൽ സംസാരങ്ങളും പിന്നെ നമ്മുടെ സംസാരങ്ങൾ നീണ്ടുപോകുന്നതും ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പം എൻ്റെ കോളേജിൽ ചെന്നപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും
ഹായ് മീനാക്ഷി അത്രേ ഉള്ളൂ. അപ്പം ഞാനും ഹായ്. പിന്നെ എനിക്കൊരു എൻ്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് മിണ്ടും. ഞാൻ ഒത്തിരി സംസാരിക്കും. എനിക്ക് എന്നെ നോക്കി വളരെ ചിരിച്ച് നിൽക്കുന്ന ആളാവണം എന്നൊന്നുമില്ല സംസാരിക്കാനായിട്ട്. എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കൺവേ ചെയ്യാനും സംസാരിക്കാനും പറ്റും. അതിപ്പോൾ ആരാണെങ്കിലും എത്ര സീരിയസ് ആയിട്ടുള്ള ആളാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ലായിരുന്നു. പിന്നെ പോകെ പോകെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി അങ്ങ് തീരും. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പുതിയൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച നമ്മൾ ഐഫോൺ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം ഇപ്പം യൂസ്ഡായി. ഞാൻ എപ്പോഴും മിക്ക സമയത്തും കോളേജിൽ അളിയാ അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കവിഞ്ഞൊരു ഫോർമാലിറ്റി ഒന്നും ഇപ്പോൾ അവിടെ സംഭവിക്കാറില്ല. ഇല്ല. പക്ഷെ ആദ്യ സമയത്ത് ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എന്താണ് എല്ലാ കുട്ടികളും പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അതൊരു ലക്കായിട്ടാണ് ഫീൽ ചെയ്യുക. അയ്യോ ആ കൊച്ചിന് എവിടെ ചെന്നാലും ഒരു സെലിബ്രിറ്റി ഇമേജ്. കോളേജിൽ ചെന്നാൽ പിള്ളേരൊന്നും എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് അയ്യോ മീനാക്ഷി ആർട്ടിസ്റ്റുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ, ഇന്ന ആൾക്കാർ അവർ ആരുടെ ഫാനാണോ അവരെ പറ്റി ചോദിക്കും. ഇപ്പം ലാലങ്ങളുടെ ആണെങ്കിൽ ലാലങ്ങളുടെ കണ്ടിട്ടുണ്ടോ, തൊട്ടിട്ടുണ്ടോ, മിണ്ടിയിട്ടുണ്ടോ, അങ്ങനെ ഒരു ഫാൻ ബേസ് ആയിരിക്കും. പക്ഷേ അവർക്കത് കാണുമ്പോൾ നമ്മളെ വലിയൊരു പുതുമയാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെ ആരും നോർമലായിട്ടല്ല കാണുന്നത്. എന്തോ വേറൊരാള് ടിവിന്ന് ഇറങ്ങി വന്ന് അതേപടി വന്നിരിക്കുന്നു. അവരുടെ കുറേ ക്യൂരിയോസിറ്റികൾ തീർക്കുന്നു. നമ്മളടുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് സംസാരം. അല്ലാതെ നമ്മളടുത്ത് നോർമലി ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് അവിടെ നടക്കുന്നില്ല. അല്ലാതെ വന്നുള്ള ലഞ്ച് ഷെയർ ചെയ്യുന്നത് അവിടെ നടക്കുന്നില്ല. ഞാൻ മാത്രം ഒറ്റയ്ക്കൊരു മൂലയ്ക്കായിരിക്കും. പക്ഷേ ഞാനതിലൊന്നും വിഷമിച്ചിട്ടില്ല. അതും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം നടക്കുന്ന പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം പതുക്കെ പതുക്കെ അതൊക്കെ തന്നെ ആയി വരും. കുറച്ചങ്ങ് മുന്നേക്ക് പോകുമ്പോൾ വീണ്ടും കമ്പനി ആവും. എല്ലാവരും പഴയ പോലെ തന്നെയാവും. ആ ഒരു പുതുമ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം എന്നില്ലല്ലോ.